إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ ലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ പാലിച്ചും പുലർത്തിയും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ഗ്രാമീണനായ കാട്ടറബി കടന്നു വരികയുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് പല കാട്ടറബികളായ ബദവികളായ സംസ്കാര ശൂന്യരായ അഥവാ നിരക്ഷരരായ അറിവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ആളുകൾ, പല ആളുകളും കടന്നു വരാറുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട്, പ്രവാചകന്റെ പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന, പ്രവാചകനാണ് എന്ന് പോലും ഒരു ബഹുമാനത്തോടു കൂടിയില്ലാത്ത ഒരു സംസാരങ്ങളും പ്രവർത്തികളും ഇങ്ങനെയുള്ള ഗ്രാമീണരായ പദവികളായ ആളുകൾ പ്രവാചകന്റെ സദസ്സിലേക്ക് നടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന സന്ദർഭത്തിൽ വളരെ സംസ്കാരശൂന്യമായിട്ടുള്ള സംസാരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സദസ്സിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വരുമ്പോൾ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ മനസ്സിലേക്ക് ഒരു വേള സന്തോഷവും
മറ്റൊരു സന്ദർഭത്തിൽ അവരോടുള്ള വെറുപ്പും തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഗ്രാമീണരായിട്ടുള്ള അറബികൾ കടന്നു വരുമ്പോൾ പ്രവാചകന്റെ അടുക്കൽ നിന്നും പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പ്രവാചകനെ പ്രയാസപ്പെടുത്തുമാർ പ്രവാചകനോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വഹാബത്തിന് അത് പഠിക്കാനും ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ആ അറിവിനെ കരസ്ഥമാക്കുക എന്നുള്ള ഒരു കാര്യം അനുചരന്മാർക്ക്, സ്വഹാബിമാർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ മറ്റൊരു വേള അവർക്ക് ഈർഷ്യതയും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രവാചകനോട് അപമര്യാദയായി പ്രവാചകനാണ് എന്ന് പോലും അവര് വകവെക്കാതെ മുഹമ്മദ് എന്ന് പേര് വിളിച്ചുകൊണ്ട് പ്രവാചകനോട് സംസാരിക്കും. ഇങ്ങനെയുള്ള ചെയ്തികൾ, ഇങ്ങനെയുള്ള സംസാരങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ അടുക്കൽ നിന്ന് വരാറുണ്ട്. ഇതുപോലെ പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു കാട്ടറബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അല്ലിംനി വ ഔജിസ്, ഞങ്ങളെ അങ്ങൊന്ന് ഉപദേശിക്കണം. ആ ഉപദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സംസാരങ്ങളിൽ ഒതുക്കണമെന്ന് ആ കാട്ടറബി ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങൾ, പ്രവാചകന്റെ സദസ്സിലേക്ക് പല സന്ദർഭങ്ങളിലായി പല ആളുകളും കടന്നു വരാറുണ്ട്. എന്നാൽ പ്രവാചകൻ സന്ദർഭം അനുസരിച്ച് ആ വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഉള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാറുള്ളത്. ഈ സ്വഹാബി, ഈ കാട്ടറബി വന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന് കൊടുത്തത് പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചത് അല്ലിംനി വ ഔജിസ്, അങ്ങ് ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം, ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം അങ്ങ് ഞങ്ങളെ ഉപദേശിക്കണമെന്ന് ആ കാട്ടറബി വന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഉപദേശങ്ങളാണ് ആ സ്വഹാബിക്ക് കൊടുത്തത്. ഒന്നാമത്തേത്, ഇദാ കുൻത ഫീ സ്വലാത്തിക് ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ എങ്ങാനും നമസ്കാരത്തിലേക്ക് നിൽക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു വിടവാങ്ങുന്നവന്റെ, ഒരു യാത്രക്കാരന്റെ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവന്റെ നമസ്കാരം നീ നിർവഹിച്ചു കൊള്ളുക എന്നായിരുന്നു പ്രവാചകൻ ആ കാട്ടറബിക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ, ആ ഭയഭക്തി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ ഉപദേശമാണ് പ്രവാചകൻ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ നമസ്കാരങ്ങൾ, ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു അത് കബൂലാക്കണമെങ്കിൽ നമുക്ക് വേണ്ട, നമ്മുടെ നമസ്കാരത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് അൽ ഖുശൂഉ, അഥവാ ഭയഭക്തി എന്ന് പറയുന്നത്. ഈ ഭയഭക്തി നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ നമസ്കാരം ഏതുപോലെയാണോ ഒരു ശരീരത്തിലെ, ആ ശരീരത്തിന് ആത്മാവില്ലാത്ത ശരീരം ഏതുപോലെയാണോ അതുപോലെയാണ് ഭയഭക്തി ഇല്ലാത്ത നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ. ആ നമസ്കാരത്തിനെ ഒരു ജീവസുറ്റം ഉള്ളതാക്കുവാൻ അൽ ഖുശൂഉ, ഭയഭക്തി അനിവാര്യമാണ്. ഈ ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി കൊടുത്ത ഉപദേശമാണ് ഇദാ കുൻത ഫീ സ്വലാത്തിക് ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നമ്മളെങ്ങാനും നമസ്കാരത്തിലേക്ക് നിൽക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു വിടവാങ്ങുന്നവന്റെ, അഥവാ ഇന്ന് ഞാൻ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ അതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള ബോധ്യത്തിലും ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ ഒരു ഭക്തിയോടുകൂടി, ആ ഒരു ഖുശൂഅോടുകൂടി കൊണ്ട് നമസ്കരിച്ചാൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ, വിജയിച്ചവരായ സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ 1-ാമത്തെ ആയത്തിലൂടെ നമ്മളെ ഉപദേശിച്ചത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാമതായി കൊണ്ട് ഉപദേശിച്ചത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞപ്പോ നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ ഈ ഭയഭക്തി എന്ന് പറയുന്ന കാര്യം ഇല്ല എങ്കിൽ നാളെ ഖാസിരീങ്ങളുടെ, നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉൾപ്പെടുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സലഫുകളായ പല ആളുകളും അവർക്ക് നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ സലഫുകളായ ആളുകളുടെ അടുക്കലേക്ക് ഉപദേശത്തിന് വേണ്ടി ആളുകൾ കടന്നു വരുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ചില ഉപദേശങ്ങളുണ്ട്. ഇദാ ദഖൽതു സ്വലാ, സലഫുകളായ ആളുകൾ പറയും, ഞങ്ങൾ എങ്ങാനും നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ജഅൽതുൽ കഅബത അമാമി, ഏതുപോലെയാണ് നിൽക്കുക, കഅബ എന്റെ മുന്നിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, എന്ന ചിന്തയിലായിരിക്കും ഞാൻ നമസ്കാരത്തിൽ നിൽക്കുക. വൽ മൗതു വറാഇ, മരണം എന്റെ പിന്നിലുണ്ട് എന്നുള്ള ബോധ്യത്തിലും, വസ്സിറാത്തു തഹ്ത ഖദമി, സിറാത്ത് എന്ന് പറഞ്ഞ ആ പാലം, ആ പാലം എന്റെ കാലിന്റെ ചുവട്ടിലുണ്ട് എന്നുള്ള ബോധ്യത്തിലും, വൽ ജന്നത്തു അൻ യമീനി, സ്വർഗ്ഗം എന്റെ വലതു ഭാഗത്തും, വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടത് ഭാഗത്തുമുള്ള ബോധ്യത്തിൽ ഞാൻ നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ, വലതു ഭാഗത്ത് സ്വർഗവും ഇടത് ഭാഗത്ത് നരകവും, ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ, ആസ്വാദനങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുമ്പോൾ, അതുപോലെ തന്നെ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച്, നരകത്തിന്റെ ഓരോ ഭയാനകതയെ കുറിച്ചും വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ബോധ്യത്തിൽ ഒരാൾ നിൽക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അൽ ഖുശൂ എന്ന് പറഞ്ഞ, അഥവാ ഭയഭക്തി എന്ന് പറയുന്ന കാര്യം, ആ ഭയഭക്തിയോട് കൂടി നമുക്ക് നമസ്കരിക്കുവാൻ സാധിക്കും. അതാണ് സലഫുകളായ ആളുകൾ അവർക്ക് കൊടുത്ത ഉപദേശ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ട കാര്യം എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സ്വഹാബിമാരിൽ പല ആളുകളും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരുപാട് സ്വഹാബിമാർ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ സ്വഹാബിമാരിൽ പ്രമുഖരായിരുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ കാലശേഷം ഒരുപാട് കഴിഞ്ഞാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുന്ന ആ സന്ദർഭത്തിൽ, അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു രോഗം ബാധിക്കുകയാണ്, ഒരു ക്യാൻസർ ബാധിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോയി ചികിത്സ ചോദിച്ചു. തന്റെ കാലിൽ ബാധിച്ച ആ ക്യാൻസറിന് എന്താണ് ചികിത്സിക്കാനുള്ള മാർഗം എന്ന് അവിടെയുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോയി ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ കൊടുത്ത മറുപടി ലാ ഇലാജ ലഹ ഇല്ലാ ഖത്ഉഹാ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കാല് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും ഈ രോഗത്തിനില്ല എന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അതെങ്ങനെയാണ് സാധിക്കുക, അതെങ്ങനെയാണ് മുറിച്ചു മാറ്റാൻ സാധിക്കുക? ഡോക്ടർമാർ പറഞ്ഞു, പണ്ട് കാലഘട്ടത്തിൽ ചികിത്സ മുറയ്ക്ക് വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് ഒരു തരം ഇന്നത്തെ ചികിത്സയായി അനസ്തേഷ്യ കൊടുക്കുന്നത് പോലെ ആ വ്യക്തി അവരുടെ ബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു തരം ലഹരി ആ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതുപോലെ ശരീരത്തിലേക്ക് ഒരു തരം ലഹരി ബാധിക്കുന്ന, അഥവാ ബോധക്ഷയം ഉണ്ടാക്കുന്ന ഒരു കാര്യം ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞാലാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചികിത്സ നല്ല സുഗമമായി കൊണ്ട് നടത്താൻ സാധിക്കുക. ഈ സന്ദർഭത്തിൽ എല്ലാ ഡോക്ടർമാരും ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുത്ത മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള, അല്ലാഹു വിലക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ലഹരികൾ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഇദാ ദഖൽതു ഫിസ്സലാ, ഞാൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ വജലസ്തു ലിഖിറാഅത്തിൽ ഖുർആൻ, നമസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിൽ തശഹുദിന് വേണ്ടി, അത്തഹിയ്യാത്തിന് വേണ്ടി ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഫഖ്തഉ സാഖി,
നിങ്ങൾ എന്റെ കണങ്കാൽ മുറിച്ചു കളയണം, ആ ഭാഗം എന്റെ ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റണം. ആ സന്ദർഭത്തിൽ ഞാനും അള്ളാഹുമായിട്ടുള്ള അടുപ്പം, ആ ഒരു സന്ദർഭത്തിൽ മറ്റൊരു ചിന്തയും എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം കൊടുക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ നമസ്കാരത്തിന്റെ വേളയിലാണ് ആ ഒരു ചികിത്സ നടത്താൻ വേണ്ടി ഡോക്ടർമാർക്ക് കൊടുത്ത ഉപദേശം. അത്രമാത്രം ആ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ പല സ്വഹാബിമാരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിൽ ഒരിക്കൽ ഹിജ്റ 6 നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിലേക്ക് സഹാബിമാർ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെ ഇരുണ്ട കാലാവസ്ഥയാണ്, അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ അവരാകെ ക്ഷീണത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു അന്ന് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ യാത്ര ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. പ്രവാചകൻ ഉടനെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, ഇന്നത്തെ രാത്രി ആരാണ് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുക? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്നത്തെ രാത്രി എനിക്ക് വേണ്ടി കാവൽ നിൽക്കുക എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന അമ്മാർ ഇബ്നു യാസിർ, അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടു പറഞ്ഞു, നഹ്നു ഹറസ്ന ഹാദിഹിൽ ലൈല, ഇന്നത്തെ രാത്രി ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി കാവൽ നിൽക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അങ്ങനെ എല്ലാവരും ഉറങ്ങി. കാരണം ശത്രുക്കൾ ഏത് നിമിഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി ഏത് സമയത്തും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 കാവൽക്കാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായപ്പോ എവിടെ നിന്നോ ഒരു ശത്രു പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ താവളത്തിലേക്ക്, അവർ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ഉറക്കത്തിലാണ് എന്ന് ഉറപ്പായപ്പോ ഈ 2 സ്വഹാബിമാര് മാത്രം കാവൽ നിൽക്കുന്നുണ്ട്. അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്നത്തെ രാത്രിയുടെ പകുതി നീ ഉറങ്ങിക്കോ, അടുത്ത പകുതി ഞാൻ ഉറങ്ങാം. ആ രാത്രിയെ 2 പകുതികളാക്കി. ഒരു പകുതിയിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, മറ്റൊരു പകുതിയിൽ അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുകയുണ്ടായി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉറക്കമായപ്പോൾ അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഉറക്കത്തിലാണ് എന്ന് കണ്ട ശത്രു അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. ഒരാൾ കാവൽ നിൽക്കുന്നുണ്ട്. അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയെങ്കിലും വകം വരുത്തിയാൽ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ സാധിക്കുക. അതല്ല എങ്കിൽ എല്ലാവരും ഉറക്കിൽ നിന്നും ഉണരുമെന്നുള്ള ഭയത്താൽ ഈ ശത്രു കയ്യിലുണ്ടായിരുന്ന അമ്പ്, അത് ആ അസ്ത്രം പ്രയോഗിക്കുകയുണ്ടായി. അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലാണ്. ആ നമസ്കാരത്തിലായിരുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നേരേക്ക് ആ അസ്ത്രം പ്രയോഗിച്ചു. ഒന്നാമത്തെ അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അദ്ദേഹം അറിഞ്ഞില്ല, അദ്ദേഹം അത് വലിച്ചൂരി. രണ്ടാമത്തെ അമ്പും ആ ശത്രു അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹുവിന്റെ നേരത്തേക്ക് പായിച്ചു കൊണ്ടു. അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു ആ അമ്പെടുത്ത് ഊരി തന്റെ നമസ്കാരം തുടർന്നു. മൂന്നാമത്തെ അമ്പും ആ ഒരു ശത്രു അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ എയ്ത സന്ദർഭത്തിൽ അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു ശരീരം ആകെ ക്ഷീണിച്ചുകൊണ്ട് രക്തം വാർന്ന ഒരവസ്ഥയിലായി. അദ്ദേഹം പെട്ടെന്ന് പോയി അവിടെ കൂടെ ഉണ്ടായിരുന്ന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അബ്ബാദ് ഇബ്നു ബശർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടാണ്, ആ വേദനയുടെ ശബ്ദം കേട്ടാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നീക്കുന്നത്. ഉടനെ തന്നെ ചോദിച്ചു, ഇത്ര ഒന്നാമത്തെ അസ്ത്രം താങ്കളുടെ ശരീരത്തിലേക്ക് എഴുതത് താങ്കൾ അറിഞ്ഞതാണ്, എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ വിളിച്ചുണർത്താത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി
കുന്തു ഫീ സൂറത്തിൻ അഖ്റഅഹ, ഞാനൊരു സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഫലം ഉഹിബ്ബു അൻ അഖ്തഅഹ, ആ സൂറത്തിൽ നിന്നും, ആ പാരായണത്തിൽ നിന്നും, ആ നമസ്കാരത്തിൽ നിന്നും മുറിക്കാൻ, ആ നമസ്കാരം മുറിച്ചുകൊണ്ട് താങ്കളെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്രമാത്രം നമസ്കാരത്തിലേക്ക് ഞാൻ ഒരു ആസ്വാദനത്തോടു കൂടി ഞാൻ നമസ്കരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം അഥവാ കാവൽ നിൽക്കുക എന്നുള്ള ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മരണമാണ് എനിക്ക് അതിനേക്കാളും ഇഷ്ടം. ഈ നമസ്കാരം മുറിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ മരണമാണ് എന്ന് അബ്ബാദ് ഇബ്നു ബസ്ർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം എപ്പോഴെങ്കിലും ആ ഖുശൂഅോടുകൂടി, അല്പമെങ്കിലും ഖുശൂഅോടുകൂടി നമസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ നമസ്കാരങ്ങൾ എപ്പോഴും നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഖുശൂ എന്ന് പറയുന്ന കാര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ സൂചിപ്പിച്ചു വന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ, അവന്റെ നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ അവന് കാത്തു സൂക്ഷിക്കേണ്ട, അവന്റെ ജീവിതത്തിലുടനീളം നമസ്കാരത്തിനോടൊപ്പം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ഖുശൂ എന്ന് പറഞ്ഞാൽ, ഭയഭക്തി എന്ന് പറഞ്ഞാൽ. ഈ ഭയഭക്തി ഇല്ലാത്ത ഒരാളുടെയും നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ, അന്ന് ആ കാലഘട്ടം എത്തുന്ന സന്ദർഭത്തിൽ ആദ്യമായി കൊണ്ട് ഉയർത്തപ്പെടുന്ന കാര്യം, അഥവാ ഖിയാമത്ത് നാളിനോട്, അന്ത്യദിനത്തോട് അടുത്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെ നമസ്കാരങ്ങളിൽ നിന്നും ഭയഭക്തി എന്ന് പറയുന്ന കാര്യത്തെ അള്ളാഹു ഉയർത്തപ്പെടും. അന്നത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുന്ന പള്ളികൾ ഉണ്ടാകും. ആ പള്ളികളിൽ ഒരിക്കലും ഖുശൂ എന്ന് പറയുന്ന നമസ്കാരക്കാരുണ്ടാകും. ആ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഖുശൂ എന്ന് പറയുന്ന ഒരു അണുമണി തൂക്കം പോലും ആരുടെ നമസ്കാരത്തിലേക്കും ഇല്ലാത്ത ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഖുശൂ യൂഷികു അൻ തുദ്ഖില മസ്ജിദ ജമാഅത്തൻ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിഅ. ഒരു കാലഘട്ടം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ഈ ഭയഭക്തി എന്ന് പറയുന്ന കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഭയഭക്തി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവാചകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്, നമ്മളെങ്ങാനും നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ നമ്മുടെ മരണം തൊട്ട് പിന്നിൽ, അതല്ലെങ്കിൽ ഈ നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം എനിക്ക് നമസ്കരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ നമസ്കരിക്കേണ്ടത്. അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത് എന്നുള്ള ഉപദേശമാണ് ഖുശൂഇന് വേണ്ടി, ഭയഭക്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ കപട ഭയഭക്തി എന്ന് പറഞ്ഞാൽ. ഇതിന് നേർ വിപരീതമായി കൊണ്ട് ലോകമാന്യതയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കപട ഭയഭക്തി, അഥവാ ഖുശൂഉൻ നിഫാഖ് എന്ന് അറബിയിൽ പണ്ഡിതന്മാർ ആ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഈ വിഷയമായി കൊണ്ട് പറയുകയുണ്ടായി, ഇസ്തഗീദു ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്. കപട ഭയഭക്തിയിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം. വമാ ഖുശൂഉൻ നിഫാഖ്. ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു, എന്താണ് അങ്ങ് പറഞ്ഞ കപട ഭയഭക്തി എന്ന് അങ്ങ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അദ്ദേഹം ഇവിടുത്തെ മറുപടി, അയ്യറൽ ജസദ ഖാശിഅ
അൻ യറൽ ജസദ ഖാശിഅ, പുറമെ പ്രത്യക്ഷത്തിൽ ആളുകൾ നോക്കുമ്പോൾ നല്ല ഭയഭക്തിയും നല്ല ഭയഭക്തിയോട് കൂടിയിട്ടുള്ള നമസ്കാരമാണ് എന്ന് ആളുകൾക്ക് തോന്നും. വൽ ഖൽബു ലൈസ ബിഖാശിഅ, എന്നാൽ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം പോലും അവരുടെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവുകയില്ല. ഈ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ച 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങൾ ഒന്നാണ് ഈ ഖുശൂഇല്ലാത്ത ഹൃദയം. ആ ഖുശൂഇല്ലാത്ത ഹൃദയത്തെ തൊട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാരിൽ പല ആളുകളും ഈ കപടതയെ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും കപടത അല്ലെങ്കിൽ ലോകമാന്യത എന്ന് നമ്മൾ ഇതിനെ പറയും. ഇങ്ങനെയുള്ള കാര്യത്തെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ പല ആളുകളും സ്വഹാബിമാരും നിഫാഖ്, കപടത, ഈ കാര്യത്തെ കുറിച്ച് അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് കാവൽ ചോദിച്ചിരുന്നു. പല ആളുകളും സ്വഹാബിമാരിൽ പെട്ട പല ആളുകളും പിൽക്കാലഘട്ടത്തിൽ സ്വഹാബിമാരെ കണ്ട പല ആളുകളും പല താബീങ്ങളായ ആളുകളും പറയാറുണ്ട്, അവര് 30ഓളം സ്വഹാബിമാരെ കണ്ട പണ്ഡിതന്മാർ പറയാറുണ്ട്, അവർ 30ഓളം സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാ ആളുകളും നിഫാഖിനെ അഥവാ ഈ കപടതയെ അവർ ഭയപ്പെട്ടിരുന്നതായി കൊണ്ട് ഈ സ്വഹാബിമാരിൽ പല ആളുകളും ഈ കപടതയെ ഭയപ്പെട്ടിരുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വ്യക്തി പള്ളിയിൽ വന്ന് നമസ്കരിക്കുകയും ആ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തരത്തിൽ അദ്ദേഹം വിനയത്തോടുകൂടി അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അമിതമായി കൊണ്ട് നിന്റെ പ്രത്യക്ഷത്തിൽ ഖുശൂ കാണിക്കരുത്. എന്നിട്ട് അദ്ദേഹം കാരണമായി കൊണ്ട് പറഞ്ഞത്, ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് തോന്നുന്ന കാര്യമല്ല. വൽ ഖുശൂ ഹാഹുന, ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്ന് ആ വ്യക്തിക്ക് ഉപദേശമായി കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരത്തിൽ ഈ കപട ഭയഭക്തിയെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. അത്തരം ഖുശൂ ഉണ്ടാകുന്ന ഭയഭക്തി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. ഒരുപാട് കടബാധ്യതകളുള്ള ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് വീട്ടി നിർവഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് രോഗികളായ ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا ربنا تقبل منا ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا الصالحات ربنا تقبل منا ربنا تقبل منا ربنا تقبل منا وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وأقم الصلاة.